എടാ അശ്വിനെ, എത്തിയോ? നീ ഇന്ന് വളരെ നേരത്തെയാണല്ലോ. ഞാൻ നേരത്തെ ആയതുകൊണ്ടല്ല, നീ ഇന്ന് ലേറ്റ് ആയോണ്ടാ. ഓ, വലിയ സാറ് വന്നേക്കുന്നു. നീ പഠിച്ചോ? ഇന്ന് പരീക്ഷയുണ്ട്. എന്ത് പരീക്ഷ? എന്ത് പരീക്ഷയെന്നോ? ബെസ്റ്റ്. എടാ പറയടാ, അറിയാത്തോണ്ടല്ലേ. എടാ, മാത്സിന്റെ എക്സാമിനേഷൻ. മാത്സ് ആണോ? രക്ഷപ്പെട്ട്. എന്തേ, നിനക്കറിയോ? ഇല്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഒന്നും വായിച്ചു നോക്കാതെ ആരുടെയും നോക്കി എഴുതാലോ. നടക്കും, എല്ലാം നടക്കും. സാർ അപ്പോൾ തന്നെ പേപ്പർ നോക്കി തരുമെന്നാ പറഞ്ഞേക്കുന്നത്. അയ്യോ, പെട്ടല്ലോ. എടാ, നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. പരീക്ഷയല്ലേ, കുറച്ച് ടെൻഷൻ കാണും. ഇല്ലടാ, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ലേ ഉള്ളൂ, മൊത്തം പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് ടെൻഷൻ ഉണ്ട്. ഉണ്ട്. എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. എന്ത് സാധനം? അതൊക്കെ ഉണ്ട്. നീ നിന്റെ ബാഗ് വെച്ചിട്ട് വേഗം നമ്മുടെ മുത്തശ്ശി പ്ലാവും കഴിഞ്ഞു വാ. ഓ, ഇവിടാണോ? ടെൻഷൻ മാറ്റാൻ എന്താ, ചോക്ലേറ്റ് ആണോ? പിന്നെ അതൊക്കെ ചെറുത്. സിഗരറ്റ്. എന്തേ, ഇനി കണ്ടിട്ടില്ലേ? ഇതുപോലെ എന്തിനാ? എവിടുന്നാ? എന്തിനാണ് ചോദിച്ചാൽ ടെൻഷൻ മാറാൻ ബെസ്റ്റ് ആണിത്. ആര് പറഞ്ഞു? അത് പിന്നെ പറയാം. നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുകയാണ്? നിങ്ങളുടെ കയ്യിൽ എന്താണ്? സിഗരറ്റോ? ഇത് ആരോടും പറയല്ലേ പ്ലീസ്. ഇത് ഞാൻ ഉറപ്പായിട്ടും ടീച്ചറിനോട് പറയും. കേറി വരുന്നടാ. എന്താ ടീച്ചറെ, എന്തു പറ്റി? അവന്മാര് പറയും ടീച്ചറെ. എന്താ അശ്വിനെ, പറയടാ. പറയും. എന്താ ആതിരെ പ്രശ്നം? ടീച്ചറെ, ഞാൻ നോക്കിയപ്പോ അവന്മാരെ മറവിൽ നിന്നിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു. അയ്യോ, ഞാൻ വലിച്ചില്ല. അയ്യോ, ഞാനുമില്ല. ചുമ്മാ എടുത്ത് വായിലേക്ക് വെച്ചതേ ഉള്ളൂ. ഞാൻ ഒന്നിനുമില്ല. ശരിയേ ടീച്ചറെ, ഇവനില്ല. ഇവനെ ഞാൻ വിളിച്ചോണ്ട് പോയേ. അയ്യടാ, കണ്ടോ കൂട്ടുകാരനെ രക്ഷിക്കുന്നത്? ആണോടാ റോബിനെ? അവന്റെ ആട്ടല് കണ്ടില്ലേ? എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ ശീലമൊക്കെ? സംശയം എന്താ? വല്ല സിനിമയിലും സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ടാവും ടീച്ചറെ. ഇത് അവൻ ഏതോ കടയിൽ നിന്ന് വാങ്ങിയതാ. സ്കൂൾ പരിസരങ്ങളിൽ ഇങ്ങനെയുള്ളതൊന്നും വിൽക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. സിനിമയും ഉണ്ട്. മോനിത് എവിടുന്നാ കിട്ടിയത്? ആരാ തന്നത്? ആരും തന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ വാങ്ങിയതാ. പറ, മോനിത് എവിടുന്നാ കിട്ടിയേ? അച്ഛൻ. അച്ഛനോ? അല്ല, അച്ഛന്റെ പോക്കറ്റിൽ നിന്ന്. അച്ഛന്റെ പോക്കറ്റിൽ നിന്ന്? മോനറിയില്ലേ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്? ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് മോനറിയില്ലേ? ആട്ടെ, മോനിത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ കാരണം എന്താ? അച്ഛൻ പണ്ട് അമ്മയോടും ചേട്ടൻ ഫോണിൽ ആരോടോ പറയുന്നത് കേട്ടു, സിഗരറ്റ് വലിക്കുന്നത് ടെൻഷൻ മാറാനാണെന്ന്. ശുദ്ധ നുണയാണിത്. മാത്രമല്ല, അച്ഛൻ പണ്ട് അമ്മയോടും പറയുന്നത് കേട്ടിട്ടുണ്ട്, സിഗരറ്റ് വലിക്കുന്നത് ഉഷിരുള്ള ആൺകുട്ടികളാണ്. ഉഷിരുള്ള ആൺകുട്ടികളോ? ആണത്തം കാണിക്കുന്നത് ഇങ്ങനെയല്ല. തെറ്റായ ശീലങ്ങൾ സമൂഹത്തിന് കൊടുത്തിട്ടല്ല ആണത്തം കാണിക്കുന്നത്. ആണത്തം കാണിക്കുന്നത് നല്ല മാതൃക സമൂഹത്തിന് നൽകിയിട്ടാണ് കാണിക്കേണ്ടത്. അതുപോലെ ആൺ പെൺ വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല. എവരി വൺ ഹാവ് ഈക്വൽ ഡിഗ്നിറ്റി ആൻഡ് പ്രൈഡ്. ഓക്കെ, ഞാൻ ഇനി ഇതൊന്നും ഉപയോഗിക്കില്ല ടീച്ചറെ. മിടുക്കൻ. മോനിനി ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ തിങ്കളാഴ്ച നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട നല്ല ഒരു പ്രസംഗം തയ്യാറാക്കണം കേട്ടോ. പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കണം. അശ്വിനെ, മോനും കൂടെ അതിനകത്ത് കൂട്ടണം കേട്ടാ. രണ്ടാൾക്കും 2 അടി കൊടുത്ത് വിടാമായിരുന്നു, ആ റോബിനെങ്കിലും. ഞാൻ ആരെയാണ് ടീച്ചറെ തല്ലേണ്ടത്? റോബിനെയോ അതോ അവന്റെ തെറ്റായ ശീലങ്ങൾ പകർന്നു കൊടുത്ത അവന്റെ രക്ഷിതാക്കളെയോ? റോബിന്റെ അച്ഛനോട് നാളെ സ്കൂളിലേക്ക് വരാൻ പറ. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുന്നതിന് മുമ്പ് ഓരോ വീടുകളിലും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നടത്തി ലഹരിയുടെ ദൂഷ്യവശങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. എല്ലാ തരത്തിലുമുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലഹരി വിമുക്ത കേരളം എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് എല്ലാവരിലേക്കും എത്തും. പുകവലിയിൽ തുടങ്ങിയുള്ള ദുശീലങ്ങളാണ് നമ്മളെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് നയിക്കുന്നത്. ആയതിനാൽ നമ്മൾ ഇന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കില്ല.